friends, welcome back to Melbourne Kerala Cafe. Ifthar സമയത്ത് വിളമ്പാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഡ്രിങ്ക് ആണ് ഇന്നത്തെ റെസിപ്പി. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി, വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ മാറി കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ആദ്യം കുറച്ച് നട്ട്സ് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 10 പിസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ 5-6 കാഷ്യൂ നട്ട്സ്, പിന്നെ ഒരു 5-6 ബദാം, പിന്നെ അതിൻ്റെ കൂടെ ഒരു 4-5 ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് അതിനകത്തുള്ള കുരു മാത്രം. ഇത്രയും കൂടി ഇട്ട് നമുക്കെല്ലാം കൂടെ നല്ലൊരു ഫൈൻ പൊടിയായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് വേറൊരു ചെറിയ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് ഇളക്കി അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു ടേബിൾ സ്പൂൺ സബ്ജ സീഡ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് കുതിരാനായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് കുതിർന്ന് വീർത്ത് വരും. അതുവരെ നമുക്ക് ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കൂടെ നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. മധുരം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പഞ്ചസാരയും കൂടെ ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുന്നു. പഞ്ചസാരയൊന്ന് അലിഞ്ഞു വരുന്നവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മീഡിയം തീയിലാണ് വെച്ചിരിക്കുന്നത്. പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നു. അതിലേക്ക് ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന നട്ട്സിൻ്റെ പൊടി ഇച്ചിരി പാലിനകത്തൊന്ന് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. നേരിട്ട് ഇടണമെങ്കിൽ ഇടാം, പക്ഷേ ചിലപ്പോൾ ഒന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തത്. ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. മീഡിയം തീയിൽ ഇതിരുന്ന് സൈഡിൽ നിന്നൊക്കെ ചെറിയ തിള വരും. നന്നായിട്ട് ചൂടായി നല്ല ആവിയൊക്കെ വരും. ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലോറിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒഴിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ ഒരു സ്പൂൺ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ അത് ഇങ്ങനെ കട്ടയായിട്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ വളരെ ലോയിലേക്ക് ഇടുക, എന്നിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ കൈ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പോൾ ഇത് ഒരുവിധം ഒരു തിക്കായിട്ടുള്ള ഒരു പാലായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്തൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ പാലിൻ്റെ കൂട്ട് റൂം ടെമ്പറേച്ചറിലായിരുന്നു ഇരുന്നത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് തണുത്ത് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. പാല് ഫ്രിഡ്ജിലിരുന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. നല്ല ചൂടായ വെള്ളത്തിലേക്ക് 1/4 കപ്പ് സേമിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഈ 1/4 കപ്പ് സേമിയ ഇട്ടതിന് ശേഷം ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. 10-15 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആയി കഴിയുമ്പോഴത്തേക്കും ഈ സേമിയ വേകും. അത്രയും വേവ് മതി നമുക്ക്. അപ്പോൾ ഏകദേശം 1/4 കപ്പിൽ നിന്ന് കുറച്ചും കൂടെ ഇത് സേമിയ ആയി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവത്തിൽ നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുത്ത് ഒന്ന് അരിച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 തുള്ളി ഗ്രീൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണേൽ ചേർത്താൽ മതി. ഒരു ചെറിയ ലൈറ്റ് പച്ച കളർ കിട്ടാനാണ്, പിസ്താഷ്യോയുടെ ആ ഒരു കളർ വരാനായിട്ടാണ്. അപ്പം അതിന് കളർ പോരാൻ തോന്നിയപ്പോൾ ഞാൻ 1 തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പക്ഷേ ഈ കളർ ഇതിനകത്ത് നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല. അത് ഈ ലൈറ്റിൻ്റെ അടിയിലിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ കളർ അങ്ങോട്ട് പെട്ടെന്ന് എടുത്തറിയാൻ പറ്റാത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു ചെറിയ ആപ്പിള്, അതുപോലെ തന്നെ ഒരു ചെറിയ റോബസ്റ്റ പഴം ചെറുതായി അരിഞ്ഞത് ചേർക്കുവാണ്. ഇത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയാണ്. ആ സേമിയയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. സേമിയയും ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച സബ്ജ സീഡ് അത് 3 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡാണ് കുതിരാനിട്ടത്. പക്ഷേ അത് കുതിർന്ന് വന്നപ്പോൾ നമുക്ക് 3 ടേബിൾ സ്പൂണിന് മേലെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ കുറച്ച് ഐസാണ്. നമുക്ക് ഇതിൽ കൂടുതൽ ഐസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇഫ്താർ ഡ്രിങ്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. നമുക്കിനി ഇതൊരു സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ നോമ്പ് സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.